ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റിക് മൂവീസ്. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു മൂവിയുടെ ഒരു ക്യൂട്ട് മൂവിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന മൂവിയുടെ ചെറിയൊരു സ്റ്റോറിയും അതിലെ ഉള്ളടക്കമൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കറിയാം ഇതിലെ ഹീറോ ആരാണെന്ന്. ഉണ്ണി മുകുന്ദനാണ് ഹീറോ. ഉണ്ണി മുകുന്ദൻ മാർക്കോയുടെ സക്സസ്സിന് ശേഷം റിലീസായ മൂവിയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഭയങ്കര കോമഡിക്കായിട്ടുള്ള നല്ല എൻ്റർടൈൻമെൻറ്റും തരുന്ന ഒരു നല്ല മൂവിയാണ്, നല്ല ഫീൽ ഗുഡ് മൂവിയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഗെറ്റ് സെറ്റ് ബേബിയിൽ ഉണ്ണി മുകുന്ദൻ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ റോളാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് പുരുഷന്മാർ വരാറില്ല, പക്ഷേ ഈ മൂവിയിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ണി മുകുന്ദൻ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ റോളാണ് ചെയ്യുന്നത്. ഇത് ഏകദേശം സിമിലർ ആയിട്ട് നമുക്ക് തോന്നുന്നത് ഗൈനക്കോളജിസ്റ്റ് ഇൻ സക്കറിയുടെ ഗർഭിണികളിലെ അനീഷ് അൻവറിൻ്റെ ആ ഒരു ടൈപ്പ് റോളാണ് ഇതിൽ ഉണ്ണി മുകുന്ദൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ചിത്രത്തിൻ്റെ ചെറിയൊരു സ്റ്റോറി ലൈൻ ഞാൻ പറയാം. അപ്പോൾ ചിത്രത്തിൽ അർജുൻ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ, അതായത് ഉണ്ണി മുകുന്ദൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് അർജുൻ ബാലകൃഷ്ണൻ. ആളൊരു ഗൈനക്കോളജിസ്റ്റാണ്, ഒരു IVF സ്പെഷ്യലിസ്റ്റാണ്. IVF എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കിട്ടാൻ പറ്റാത്തവർക്ക് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് IVF എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കരിയർ ചൂസ് ചെയ്തത് അയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കരിയറായിരുന്നു ഇത്. അങ്ങനെ താല്പര്യത്തോടെ തന്നെയാണ് ഈ ഒരു ജോലിയിലേക്ക് വന്നത്. ചിത്രം തുടങ്ങുന്നത് തന്നെ അർജുൻ ഗൈനക്കോളജി സ്പെഷ്യലൈസേഷൻ ആയിട്ട് ഒരു കോളേജിൽ ജോയിൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. ആകെ ഒരു മെയിൽ സ്റ്റുഡൻ്റ് അവിടെ ഉള്ളൂ, അത് അർജുൻ ബാലകൃഷ്ണനായിരുന്നു. ഒരു ചെറിയ ഹോസ്പിറ്റലിലായിരുന്നു ആദ്യം IVF സ്പെഷ്യലിസ്റ്റായിട്ട് അർജുൻ ജോയിൻ ചെയ്തത്. പിന്നെ പതുക്കെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ട് മാറുന്നു. പിന്നെ തുടർന്ന് അയാൾ സ്വന്തമായിട്ട് തന്നെ ഒരു IVF ഇടുന്നു. അവിടെ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിൽ നിന്നും ഒരു സക്സസ്ഫുൾ ഡോക്ടറായിട്ട് അയാൾ അവിടെ നിന്ന് കരിയർ സ്റ്റാർട്ട് ചെയ്തു. ആ സമയം തന്നെ അയാൾ സ്വാതി, അതായത് നിഖില വിമൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ് സ്വാതിയെ മീറ്റ് ചെയ്യുന്നു. സ്വാതി ഒരു ഫുഡ് ബ്ലോഗറാണ്. അവൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്, സ്വന്തമായിട്ടൊരു കിച്ചണൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നും, അതായത് കുക്കിംഗ് നന്നായിട്ട് ഒരു വലിയൊരു കുക്കിംഗ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ നല്ല ഡ്രീമുള്ള ആളായിരുന്നു സ്വാതിയും അർജുനും മീറ്റ് ചെയ്യുന്നത് ഈ ഒരു IVF ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. സ്വാതി അർജുനെ മീറ്റ് ചെയ്യുന്നത് സ്വാതിയുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അർജുൻ്റെ ക്ലിനിക്കിൽ എത്തുമ്പോഴാണ് സ്വാതിയും അർജുനും മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവർ ലവ് ആവുന്നു, പിന്നെ മാരീഡും ആവുന്നു. അത് ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നത് അർജുൻ ഒരു പാരൻ്റ് ആവാൻ പോകുന്നു, അതായത് ഒരു ഫാദർ ആവാൻ പോകുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് കഴിയുന്നത്. സെക്കൻഡ് ഹാഫിലാണ് അർജുൻ ഒരു അച്ഛനാവാൻ പോകുന്നതിൻ്റെ ആ ഒരു സ്ട്രഗിൾസും പ്രൊഫഷണലായാലും പേഴ്സണലായാലും ഒരുപാട് ചലഞ്ചസ് അവരനുഭവിക്കുന്നു. അതൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ പറയുന്നത്. സുജ എന്ന് പറയുന്നതും രവി എന്ന് പറയുന്നതും വേറൊരു കപ്പിളാണ്. സുരഭി ലക്ഷ്മി അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ് സുജ. സുധീഷ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ് രവി. ഇവർ രണ്ടുപേരും അർജുൻ്റെ ലൈഫിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന, അല്ലെങ്കിൽ വളരെ വലിയൊരു ലെസൺ കൊടുക്കുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവർ രണ്ടുപേരും IVF ട്രീറ്റ്മെൻറ്റിനായിട്ട് അർജുൻ്റെ ക്ലിനിക്കിലേക്ക് വരുന്നു. അവിടെ വെച്ചാണ് കഥയ്ക്ക് ഭയങ്കരമായിട്ടുള്ള കുറച്ചുകൂടെ ആക്കം കൂടുന്നത്. ഈ ചിത്രത്തിൽ കുറച്ചുകൂടെ പറയുന്ന കാര്യം സ്വാതിയും അർജുനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അവിടെ അർജുന് വരുന്നൊരു ഈഗോ ഉണ്ട്, അതെല്ലാം ഈ ചിത്രത്തിൽ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു സക്സസ്ഫുൾ എൻഡിങ് ആണ്, പ്രത്യേകിച്ച് സാഡ് എൻഡിങ് ഒന്നുമല്ല. നല്ല ഒരു ക്ലൈമാക്സ്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു എൻഡിങ് തന്നെയാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനർ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും കണ്ടു കഴിയുന്നവർക്ക് പറയാം അത് ഗെറ്റ് സെറ്റ് ബേബി ആയിരിക്കും. കംപ്ലീറ്റ്ലി ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനർ ആയിരുന്നു. വിനയ് ഗോവിന്ദാണ് ചിത്രം ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അദ്ദേഹം കിളിബോയി, കൊഹിനൂർ ഇങ്ങനെ തുടർന്ന് കുറേ ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വളരെ ഫ്രഷ് ആയിട്ടുള്ള മൂവീസാണ്, അത് പ്രത്യേകിച്ച് ആരും ചെയ്യാത്ത ടൈപ്പ് മൂവീസാണ്. ഈ മൂവി കൂടുതലും ഫാമിലി ഓഡിയൻസിന് വേണ്ടി കറക്റ്റായിട്ട് ഉണ്ടാക്കിയ മൂവിയാണിത്. ഉണ്ണി മുകുന്ദനും നിഖില വിമലും ഒരു നല്ല സൂപ്പർ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു ജോഡിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാണുമ്പോൾ തന്നെ അവർ കോമഡി സീൻസായാലും ഇമോഷണൽ സീൻസായാലും അതേപോലെ കട്ടയ്ക്ക് രണ്ടുപേരും നിൽപ്പുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കൂടുതലും ഇമോഷണലാണ്, എന്ന് വെച്ചാൽ കുറച്ച് സങ്കടവും സന്തോഷവും അങ്ങനത്തെ കുറേ ഇമോഷൻസ് സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ സ്റ്റോറിയുടെ മെയിൻ ഉള്ളടക്കം ഇരിക്കുന്നത്, സെക്കൻഡ് ഹാഫിലാണ്.
നമുക്ക് ബോളിവുഡിൽ ഒരു മൂവിയുണ്ട് ഡോക്ടർ ജി, ആയുഷ്മാൻ ഖുറാനയൊക്കെ അഭിനയിച്ചിരിക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ ആ മൂവിയുടെ കുറേ സീൻസും ഈ മൂവിയുടെ കുറേ സീൻസും ഒക്കെ ഏകദേശം ഒരേപോലെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. നിങ്ങൾ ഒന്ന് കാണുന്നവരാണെങ്കിൽ ഈ മൂവി കണ്ടതിന് ശേഷം ആ മൂവി ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ മൂവി കണ്ടതിന് ശേഷം ഈ മൂവി കണ്ടാലും കുഴപ്പമില്ല, രണ്ട് കണ്ടാലും നമുക്കൊരു റിലേഷൻ തോന്നും. രണ്ടും തമ്മിലൊരു ബന്ധം എന്തൊക്കെയോ കണ്ടൻസ് സെയിം പോലെ നമുക്ക് ഫീൽ ചെയ്യും. രണ്ടിലും IVF ഫെർട്ടിലിറ്റി സെൻറ്റേഴ്സ് ആണ്. അപ്പം ഈ മൂവിയിൽ IVF ഫെർട്ടിലിറ്റി സെൻറ്റേഴ്സിൻ്റെ ബിസിനസ് സൈഡ് കാണിക്കുന്നുണ്ട്. അതായത് പൈസയ്ക്ക് വേണ്ടി കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും കുറേ ആൾക്കാർ ഇതിന് വേണ്ടി കുറേ പൈസ ചിലവാക്കുന്നതും ഒക്കെയാണ് ഒരു മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ, കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്കുള്ള ട്രീറ്റ്മെൻറ്റ്സ്, അതിനെയൊക്കെ ഒരു കോമഡി രൂപത്തിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഏറ്റവും മെയിനായിട്ട് വരുന്നത് ഒരു IVF ക്ലിനിക്കിലെ ഡോക്ടർ, മെയിൽ ഡോക്ടർ, അതൊരു ആൺ ഡോക്ടർ വരുന്നത് ഭയങ്കര കോമഡിയാക്കിയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നല്ല ഇമോഷണൽ മൂമെൻറ്റ്സ് ഒക്കെ വളരെയധികം ഇമോഷണലി തന്നെ ഡയറക്ടർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ ആ ഒരു ഫ്ലോ ഒരിക്കലും പോവാത്ത രീതിയിൽ പിടിച്ചു വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള സോങ്സൊക്കെ സൂപ്പർ ഹിറ്റാണല്ലോ, ഓൾറെഡി സൂപ്പർ ഹിറ്റാണ്. അതുകൊണ്ട് ആ സോങ്സ് ഇല്ലെങ്കിൽ ആ മൂവി ഇല്ല കേട്ടോ. അതൊക്കെ ഭയങ്കരമായിട്ട് ആ മൂവിയെ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ ഈ സോങ്സൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ മൂവിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ ചെയ്ത റോള് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം മാർക്കോ മൂവിക്ക് ശേഷമാണ് ഈ മൂവി ചെയ്യുന്നത് എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മാർക്കോയിൽ ഭയങ്കര വൈൽഡായിട്ടുള്ളൊരു ക്യാരക്ടറും ഇതിൽ വളരെ പാവമായിട്ടുള്ളൊരു ക്യാരക്ടറും, രണ്ട് ക്യാരക്ടേഴ്സും ഭയങ്കരമായിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് തന്നെ വലിയൊരു ടാലൻ്റ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കണ്ടപ്പോൾ. അതുപോലെ ഈ അദ്ദേഹത്തിൻ്റെ കുറേ കോമഡി സ്കിൽസും കുറേ ഇമോഷണൽ സീൻസൊക്കെ അയാൾക്ക് ഒരുപാട് ചാൻസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മൂവി ഒരുപാട് ചാൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഇമോഷൻസും ഇദ്ദേഹത്തെ കൊണ്ട് പറ്റും എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. സ്റ്റോറി പോകും തോറും അദ്ദേഹം അയാളെ ക്യാരക്ടർ കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിഖില വിമൽ സ്വാതി എന്ന ക്യാരക്ടർ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആ റോളിന് ആപ്റ്റായിട്ടുള്ള വ്യക്തിയാണ് നിഖില വിമൽ എന്ന് നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഒരു ഫുഡ് ബ്ലോഗറായിട്ടായിരുന്നു ഈ ചിത്രത്തിൽ ആൾ അഭിനയിച്ചത്. അതിലൊരുപാട് കോമഡി ഡയലോഗ്സും കുറേ മൊമെൻറ്റ്സും ഒക്കെ ഉണ്ട് ഈ ചിത്രത്തിൽ. അതും നല്ല ചിത്രത്തിന് കുറച്ചുകൂടെ ഒന്ന് ആകർഷണീയമാക്കി മാറ്റി. പിന്നെ അർജുനുമായിട്ടുള്ള ഇൻറ്ററാക്ഷനും കുറച്ചുകൂടെ അവർ തമ്മിലുള്ള വഴക്കും ഈഗോ പ്രശ്നങ്ങളും അതൊക്കെ വല്ല കോമഡി രീതിയിലാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ അതർ ആക്ടേഴ്സായിട്ടുള്ള ജോണി ആൻ്റണി, ഫറ ഷിബ്ല, സുധീഷ്, ശ്യാമോഹൻ, മുത്തുമണി, മീര വാസുദേവൻ ഇവരൊക്കെ നല്ല റോൾസായിരുന്നു അവതരിപ്പിച്ചത്. അവരുടെ ക്യാരക്ടേഴ്സൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സുരഭി ലക്ഷ്മിയും സുധീഷും ഇവരുടെ ആ ഒരു കപ്പിൾസാണ് ഈ സ്റ്റോറിയുടെ മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞ് വഷളാക്കുന്നില്ല. ചിത്രം വളരെ മികച്ച ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനറാണ്. ബേസ്ഡ് ഓൺ IVF ട്രീറ്റ്മെൻറ്റ്. IVF ട്രീറ്റ്മെൻറ്റിൽ ആണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. ഉണ്ണി മുകുന്ദനും നിഖില വിമലുമാണ് ഈ ചിത്രത്തിൻ്റെ മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ചിത്രം കണ്ടവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം സെയിം ആണോ, ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കണം, തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. നല്ല മൂവിയാണ്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആരും സബ്സ്ക്രൈബൊന്നും ചെയ്യുന്നില്ല, ഭയങ്കര സാഡാണ് ഞാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ. എങ്കിൽ കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ഗായ്സ്.